ജനനായകൻ റിലീസ് പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയില്ല. സെൻസർ അനുമതി ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. ഈ റിലീസ് മാറ്റിവെക്കൽ മൂലം നഷ്ടം തമിഴ് സിനിമാ വ്യവസായത്തിന് മൊത്തത്തിലാണ്. മാത്രമല്ല, സിനിമ ഇനി പെട്ടിയിൽ തന്നെയാകുമോ എന്നും ആരാധകരും ചോദിക്കുന്നു. ഒരു രക്ഷയുമില്ല. കാത്തിരിപ്പുകളെല്ലാം വിഫലമാവുകയാണോ? വിജയ് ചിത്രത്തിന് എന്താണ് സംഭവിക്കുന്നത്? ജനനായകനുള്ള കാത്തിരിപ്പിൽ കട്ട നിരാശയിലാണ് ആരാധകർ. അതെ, വിജയ് നായകനായി എത്തുന്ന ജനനായകന് പ്രദർശനാനുമതി ലഭിക്കാത്തതുകൊണ്ട് ഏറെ നിരാശയിലാണ് ഇന്ന് ആരാധകർ. പൊങ്കലിന് തിയേറ്ററുകളിൽ എത്തേണ്ട ചിത്രമാണ്. എന്നാൽ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാത്തതോടെയാണ് കോടതി കയറേണ്ടി വന്നത്. സിനിമയ്ക്ക് നേരിട്ട സെൻസർ കുരുക്കുകൾ ഇതുവരെ അഴിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ വസ്തുത. കൂടാതെ സിനിമയുടെ റിലീസ് വൈകിയതുകൊണ്ട് തമിഴ്നാട് തിയേറ്ററുകൾക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ജനനായകന്റെ കാലതാമസം മൂലം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഏകദേശം 100 കോടി രൂപയുടെ നഷ്ടം നേരിട്ടുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിജയ് ചിത്രം ജനനായകനും ശിവകാർത്തികേയന്റെ പരാശക്തിയും ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടേണ്ട സമയമായിരുന്നു പൊങ്കലിന് കാണേണ്ടത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ജനനായകൻ ഏകദേശം 150 മുതൽ 200 കോടി രൂപയ്ക്കടുത്ത് നേട്ടമുണ്ടാക്കുമെന്നായിരുന്നു പ്രതീക്ഷകൾ. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തെറ്റി. പൊങ്കൽ റിലീസ് ചെയ്ത കാർത്തിയുടെ വാ വാത്തിയാർ പൂർണ്ണമായും പരാജയപ്പെട്ടതാണ് സിനിമാ ലോകം കണ്ടത്. അതേസമയം ജീവയുടെ ചിത്രം 30 കോടി രൂപയ്ക്ക് മുകളിലാണ് സ്വന്തമാക്കിയത്. പരാശക്തിയും റിലീസ് ചെയ്തതിനു ശേഷം ജനുവരിയിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. ഏകദേശം 85 കോടി രൂപ ലഭിച്ചുവെന്നാണ് കണക്കുകൾ. ഇതോടെ ജനനായകന്റെ കാലതാമസം കാരണം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 100 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് നിഗമനം. മാത്രമല്ല, ഈ റിലീസ് മാറ്റിവെക്കൽ മൂലം നഷ്ടം ജനനായകൻ നിർമ്മാതാക്കൾക്ക് മാത്രമല്ല എന്നാണ് വ്യക്തമാകുന്നത്. കാരണം തമിഴ്നാട് സിനിമാ വ്യവസായത്തിന് മൊത്തത്തിലാണ് ഇത് ക്ഷീണം വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 4-5 മാസങ്ങളായി വലിയ ഹിറ്റുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ തിയേറ്റർ വ്യവസായം ആകെ മൊത്തം പ്രതിസന്ധിയിലാണ്. എന്നാൽ പുതുവർഷത്തിൽ പൊങ്കൽ റിലീസുകൾ എത്തുന്നതോടെ അതിന് മാറ്റമുണ്ടാകുമെന്ന ആശ്വാസവും പ്രതീക്ഷയും തിയേറ്റർ ഉടമകൾ പങ്കുവച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട സിനിമയായിരുന്നു വിജയ് ചിത്രം ജനനായകൻ. തമിഴ്നാട്ടുകാർ കൂട്ടത്തോടെ തിയേറ്ററുകളിലെത്തുന്ന സമയമാണ് പൊങ്കൽ എന്ന് പറയുന്നത്. എന്നാൽ വിജയുടെ അവസാന ചിത്രം എന്ന രീതിയിൽ പ്രചരിക്കപ്പെട്ട ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായം വന്നാൽ പോലും വമ്പൻ കളക്ഷൻ ലഭിക്കുമെന്നും ഉറപ്പായിരുന്നു. എന്നാൽ കണക്കുകൂട്ടലിൽ തെറ്റി. അത് സാധിച്ചില്ല. മാത്രമല്ല, മറ്റ് 2 ശ്രദ്ധേയമായ ചിത്രങ്ങൾ പരാജയമായതും തിയേറ്റർ ഉടമകൾക്ക് നഷ്ടം വരുത്തിവെച്ചു. ഇതിൽ നിന്നും കരകയറാൻ മറ്റൊരു ചിത്രം ഉടൻ തന്നെ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്താൽ മാത്രമാണ് ഈ പ്രതിസന്ധിയിൽ നിന്നും തിയേറ്റർ ഉടമകൾക്ക് കരകയറാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, വിജയ് ചിത്രം നിയമപരമായ തർക്കങ്ങൾ പരിഹരിച്ചാൽ ഫെബ്രുവരി അവസാനമെങ്കിലും റിലീസ് ചെയ്യുമോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. കാരണം ഫെബ്രുവരി-മാർച്ച് മാസങ്ങളിൽ റിലീസിനുള്ള ചിത്രങ്ങളൊന്നുമില്ല. ജനനായകൻ റിലീസ് ചെയ്താൽ അടിമുടി മാറുമെന്നും ഉറപ്പാണ്. തിയേറ്ററുകൾക്ക് പണം സമ്പാദിക്കാനും ഇതൊരു വഴിയൊരുക്കും. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.